നമസ്കാരം. ടിയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിന്റെ ട്രെയിലർ ലോഞ്ച് വേളയിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് അപ്രതീക്ഷിത രംഗങ്ങളാണ്. നടൻ ആസിഫ് അലിയിൽ നിന്നും നീരസത്തോടെ പുരസ്കാരം സ്വീകരിക്കുന്നതും തുടർന്ന് സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി പുരസ്കാരം വീണ്ടും സ്വീകരിക്കുന്ന സംഗീതജ്ഞൻ രമേശ് നാരായണന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വിവാദമാവുകയായിരുന്നു. ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിന്റെ സംഗീതം നൽകിയത് പ്രമുഖ സംഗീതജ്ഞനായ രമേശ് നാരായണായിരുന്നു. അദ്ദേഹത്തിന് ചടങ്ങിൽ പുരസ്കാരം നൽകാനായി ക്ഷണിച്ചത് നടൻ ആസിഫ് അലിയെയും. ആസിഫ് അലി വരികയും രമേശ് നാരായണന് പുരസ്കാരം നൽകുകയും ചെയ്തു. എന്നാൽ യാതൊരു താല്പര്യവും കാണിക്കാതെ, ആസിഫിന്റെ മുഖത്തൊന്നും നോക്കുക പോലും ചെയ്യാതെ പുരസ്കാരം വാങ്ങിയ രമേശ് ആസിഫിന് ഹസ്തദാനവും നൽകിയില്ല. ഇതിന് തൊട്ടു പിന്നാലെ സംവിധായകൻ ജയരാജിനെ രമേശ് നാരായൺ തന്നെ വിളിച്ചു വരുത്തി ആ പുരസ്കാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകിയ ശേഷം വീണ്ടും ഏറ്റുവാങ്ങുന്നതും കാണാം. സദസ്സിന് നേരെ തിരിച്ചുവെച്ച ഔദ്യോഗികമായ രീതിയിൽ തന്നെയാണ് അത് വാങ്ങുകയും ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ രമേശ് നാരായണനെതിരെ വ്യാപകമായ രീതിയിലാണ് വിമർശനമുയർന്നത്. മലയാളികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട നടൻ തന്നെയാണ് ആസിഫ് അലി. എന്നാൽ പൊതുവേദിയിൽ ഇത്രയും അപമാനിതനായിട്ടും നേരിയ പുഞ്ചിരിയോടുകൂടി തന്നെ കാര്യങ്ങളെ വളരെ പോസിറ്റീവായി എടുത്തുകൊണ്ട് ഒട്ടും പതറാതെ അദ്ദേഹം തിരികെ തന്റെ സീറ്റിൽ വന്നിരിക്കുകയായിരുന്നു. എന്തായാലും പൊതുവേദിയിൽ വെച്ച് നടൻ ആസിഫ് അലിയെ പരസ്യമായി അപമാനിച്ച രമേശ് നാരായണന്റെ സംഭവത്തിൽ നടന് പിന്തുണയുമായി നടീനടന്മാരുടെ സംഘടനയായ അമ്മ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതമെന്നും അമ്മ ആസിഫിനൊപ്പമെന്നും സംഘടനയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ആസിഫിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖ് കുറിച്ചു. കൂടാതെ ആസിഫ് അലിയുടെ വീഡിയോയും പങ്കുവച്ചു. ആസിഫ് അലിയെ കരുതിക്കൂട്ടി അപമാനിച്ചിട്ടില്ല എന്നും അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നുമാണ് ഈ സംഭവത്തിന് പിന്നാലെ രമേശ് നാരായണൻ വിശദീകരിച്ചത്. എങ്കിലും സോഷ്യൽ മീഡിയയിൽ ഭൂരിപക്ഷം പേരും സംഗീത സംവിധായകനെതിരെ തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. അതേസമയം മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കുന്ന ഒരാളല്ല രമേശ് എന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച വിളിച്ച് സംസാരിച്ചാൽ തീരുന്നതേയുള്ളൂ എന്നുമാണ് സംഗീത സംവിധായകൻ ശരത്ത് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിതനാകുന്നത് ആർക്കും സഹിക്കാൻ പറ്റില്ലെന്നും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ആസിഫിനൊപ്പം എല്ലാവരും ഉണ്ട് എന്നും ശരത്ത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ശരത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: കല എന്നത് ദൈവികമാണ്. അത് പലർക്കും പല രൂപത്തിലാണ് കിട്ടുക. ചിലർ അഭിനയത്തിൽ, മറ്റു ചിലർ സംഗീതത്തിലോ ചിത്രരചനയിലോ വാദ്യകലകളിലോ ക്ഷേത്ര കലാരൂപങ്ങളിലോ, അങ്ങനെ എല്ലാ കലകളിലും ദൈവിക സാന്നിധ്യമുണ്ട്. ആ ദൈവിക സാന്നിധ്യമുള്ള കലാകാരന്മാരെ അനുഗ്രഹീതരായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. പുരസ്കാരദാന ചടങ്ങുകളിൽ നമുക്ക് പുരസ്കാരം തരുന്നയാൾ ഒരു പ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ മേഖലയിൽ തന്റെ കഴിവ് തെളിയിച്ചയാളും കൂടിയായിരിക്കും. അപ്പോൾ പുരസ്കാര ജേതാവിന്റെ പ്രവൃത്തി ഈ പുരസ്കാരം നൽകിയ കലാകാരനെ വേദനിപ്പിച്ചുവെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ഒരു ക്ഷമാപണം നടത്തിയാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ. രമേശ് അണ്ണാച്ചി എന്റെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഗീതജ്ഞനാണ്. മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കുന്ന ഒരാളല്ല അണ്ണാച്ചി. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അദ്ദേഹം ആസിഫിനെ വിളിച്ച് സംസാരിച്ചാൽ തീരുന്നതാണ്. ആസിഫ് എന്റെ കുഞ്ഞനുജനാണ്. എവിടെ കണ്ടാലും ആ നിഷ്കളങ്കമായ ചിരിയോടുകൂടി ശരത്തേട്ടാന്നും വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന വെറും പാവം ചെക്കൻ. പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപമാനിതനാകുന്നത് ആർക്കും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആസിഫിനോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ: പോട്ടട ചെക്ക, വിട്ടുകള. വിഷമമുണ്ടായിട്ടുണ്ട് എങ്കിൽ നിന്റെ ഒപ്പം ഞങ്ങൾ എല്ലാവരുമുണ്ട്. ഇങ്ങനെയായിരുന്നു ശരത്തിന്റെ വാക്കുകൾ. അതേസമയം ഈ അല്പത്തം കാട്ടിയ രമേശ് നാരായണൻ എന്ന മുതിർന്ന സംഗീതജ്ഞനോട് സഹതാപം മാത്രമാണുള്ളത് എന്ന് നടൻ ശ്രീകാന്ത് മുരളി സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞു. ഞാൻ ദൃക്സാക്ഷിയാണ്. അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ആസിഫ് അലിയുടെ സ്വതസിദ്ധമായ ചിരിയിൽ ഉരുകിയില്ലാതായത് പണ്ഡിറ്റ്ജിയോട് എനിക്കുണ്ടായിരുന്ന ബഹുമാനമാണ്. ടി എന്ന ഇതിഹാസത്തിന്റെ മനസ്സിൽ വിരിഞ്ഞ കഥാപാത്രങ്ങളെ അഭ്രപാളിയിലേക്ക് സന്നിവേശിപ്പിച്ച ധാരാളം കലാകാരന്മാരുടെ മുന്നിൽ ഈ അല്പത്തം കാട്ടിയ രമേശ് നാരായണൻ എന്ന മുതിർന്ന സംഗീതജ്ഞനോട് സഹതാപം മാത്രമെന്നും ശ്രീകാന്ത് മുരളി പറഞ്ഞു. സംവിധായകൻ സാജിദ് യഹിയെയും രമേശ് നാരായണനെ വിമർശിച്ചു തന്നെയാണ് രംഗത്ത് വന്നത്. ഇത്രയും മനോഹരമായ ട്രെയിലർ ലോഞ്ചിൽ വെച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് രമേശ് നാരായണൻ ചെയ്തത് എന്നാണ് സാജിദ് യഹിയ പറഞ്ഞത്.
ജയരാജ് തന്നെ ഉപഹാരം നൽകണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ സംഘാടകരോട് പറയാമായിരുന്നു. അല്ലെങ്കിൽ ആസിഫിനോട് തന്നെ നേരിട്ട് പറയാമായിരുന്നു. രമേശ് നാരായണൻ ചെയ്തത് വളരെ മോശമായ കാര്യമാണ്. എത്ര വലിയ കലാകാരനായാലും ചില മാന്യതകൾ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് കഴിവിനോ അനുഭവ പരിചയത്തിനോ ഒരു കോട്ടവും തട്ടില്ല. ഇങ്ങനെയായിരുന്നു സാജിദ് യഹിയയുടെ വാക്കുകൾ. ഇവനെയൊക്കെ എങ്ങനെ കലാകാരനെന്ന് വിളിക്കുമെന്നായിരുന്നു ഷിബു ജി സുശീലൻ ഈ വിഷയത്തിൽ ആഞ്ഞടിച്ചത്. ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അത് അവഗണിച്ചാണ് ആസിഫ് അലി ട്രെയിലർ ലോഞ്ചിൽ പങ്കെടുത്തത്. ആസിഫെ, നിങ്ങൾ എങ്ങും അപമാനപ്പെട്ടിട്ടില്ല. അഹങ്കാരത്തിനും പുച്ഛത്തിനും ധാഷ്ട്യത്തിനും കാപട്യത്തിനും പണ്ടിട്ട് നേടിയവനാണ് നിങ്ങളുടെ പുഞ്ചിരിയാലും ജനങ്ങളാലും അപമാനം നേരിട്ടത്. സഹപ്രവർത്തകനോട് ഇങ്ങനെ പെരുമാറുന്ന സംഗീത പണ്ഡിറ്റ് മറ്റുള്ളവരോട് എങ്ങനെയാവും പെരുമാറുക? ഇവനെയൊക്കെ എങ്ങനെ കലാകാരൻ എന്ന് വിളിക്കും? ഞാനായിരുന്നെങ്കിൽ ചെരുപ്പൂരി പുച്ഛമുഖത്തേക്ക് എറിഞ്ഞതായി കണക്കാക്കുന്നുവെന്നും ഷിബു ജി സുശീലൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ആസിഫ് അലിയുടെ പക്വതയാർന്ന പെരുമാറ്റം അദ്ദേഹത്തോടുള്ള സ്നേഹം കൂടിയിട്ടേയുള്ളൂ എന്നാണ് സീമാജി നായർ ഇതിൽ. ആസിഫ് അലിയുടെ പക്വതയാർന്ന പെരുമാറ്റം അദ്ദേഹത്തോടുള്ള സ്നേഹം കൂട്ടിയിട്ടേയുള്ളൂവെന്നാണ് നടി സീമാജി നായർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. ആസിഫ്, നിങ്ങളുടെ പക്വതയാർന്ന പെരുമാറ്റം നിങ്ങളോടുള്ള സ്നേഹം കൂട്ടിയിട്ടേയുള്ളൂ. വിവരമുണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് അതില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ നടന്ന ചടങ്ങിൽ രമേശ് നാരായണൻ നിങ്ങളോട് അങ്ങേയറ്റം മോശമായിട്ട് തന്നെയാണ് പെരുമാറിയത്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിച്ചത് കണ്ട് ചിരിയാണ് വന്നത്. ആ വീഡിയോ കണ്ട എല്ലാവർക്കും ഈ വിശദീകരണം കേട്ട് ചിരിക്കാൻ മാത്രമേ തോന്നിയുള്ളൂ എന്നും സീമാജി നായർ പറഞ്ഞു. എഴുത്തുകാരി സുധാ മേനോനും ആസിഫ് അലിക്ക് പിന്തുണയുമായി രംഗത്തെത്തി. മനുഷ്യാന്തസ്സിനെ വിലമതിക്കുന്നതാണ് സംസ്കാരം. അതില്ലാത്തവർ എത്ര വലിയ പാട്ടുകാരനായിട്ട് എന്ത് കാര്യം? ആസിഫ് അലി, ആ വേദിയിൽ ആകാശം മുട്ടെ വളർന്നത് താങ്കൾ തന്നെയാണ്. സ്നേഹം. ഇങ്ങനെയായിരുന്നു സുധാ മേനോൻ കുറിച്ചത്. എഴുത്തുകാരി ശാരദക്കുട്ടിയും ആസിഫ് അലിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. ആസിഫ് അലിയെ ബോധപൂർവം അപമാനിക്കാനായി രമേശ് നാരായണൻ കളിച്ച നാടകം അദ്ദേഹത്തിന്റെയും ആ സംഗീതത്തിന്റെയും വില കെടുത്തി. സ്വയം വലുതാക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും അവർ ചെറുതാക്കപ്പെടുക തന്നെ ചെയ്യും. സംവിധായകൻ ജയരാജ് അതിന് കൂട്ടുനിന്നപ്പോൾ അമ്മാവൻ സിൻഡ്രോം പൂർണ്ണമായി. കാലഹരണപ്പെട്ടവർക്ക് ഡ്രാമയിലൂടെയും രക്ഷയില്ല. ആസിഫ് അലിക്കൊപ്പം മാത്രമെന്നും ശാരദക്കുട്ടി പറഞ്ഞു. MDയുടെ തിരക്കഥയിലൊരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിന്റെ ട്രെയിലർ ലോഞ്ചിന്റെ വേളയിലാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത രംഗങ്ങൾ അരങ്ങേറിയത്. നടൻ ആസിഫ് അലിയിൽ നിന്നും നീരസത്തോടെ പുരസ്കാരം സ്വീകരിക്കുന്നതും തുടർന്ന് സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി പുരസ്കാരം വീണ്ടും സ്വീകരിക്കുന്ന സംഗീതജ്ഞൻ രമേശ് നാരായണന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വിവാദമാവുകയായിരുന്നു. ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ സംഗീതം നൽകിയത് പ്രമുഖ സംഗീതജ്ഞൻ രമേശ് നാരായണനായിരുന്നു. അദ്ദേഹത്തിന് ചടങ്ങിൽ പുരസ്കാരം നൽകാൻ നടൻ ആസിഫ് അലിയെയാണ് ക്ഷണിച്ചത്. ആസിഫ് അലി വരികയും രമേശ് നാരായണന് പുരസ്കാരം നൽകുകയും ചെയ്തു. എന്നാൽ ഒരു താല്പര്യവുമില്ലാതെ, ആസിഫിന്റെ മുഖത്തൊന്ന് നോക്കുക പോലും ചെയ്യാതെ ആ പുരസ്കാരം വാങ്ങിയ രമേശ് ആസിഫിന് ഹസ്തദാനം പോലും നൽകിയില്ല. പിന്നാലെ സംവിധായകൻ ജയരാജനെ രമേശ് നാരായണൻ തന്നെ വിളിച്ച് ആ പുരസ്കാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകിയ ശേഷം ഏറ്റുവാങ്ങുന്നതും കാണാം. സദസ്സിന് നേരെ തിരിച്ചു വെച്ച് വളരെ ഔദ്യോഗികമായ രീതിയിൽ തന്നെയാണ് അത് വാങ്ങുകയും ചെയ്യുന്നത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ വൈറലായതോടെ രമേശ് നാരായണനെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്.